എന്നല്ല, അത് നല്ല രീതിയിൽ സാറ് ഉദ്ഘാടനമായിട്ട് നടത്തണം. പിന്നെ പുസ്തക പ്രകാശനം നല്ലൊരു ചടങ്ങായിട്ട് നടത്തണം. സാർ അറിയിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകൾ അടുത്തടുത്ത് തന്നെ വരാൻ നോക്കാം, കാര്യം അതൊരു ആവശ്യകതയായിപ്പോയി. അപ്പോൾ എല്ലാവരെയും കാണാനും പരിചയപ്പെടുന്ന സമയത്തിൽ സന്തോഷം അറിയിച്ചു. പുതിയ ആളുകളാണ്, 1-2 ആളുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ പല ജില്ലകളിലുമുള്ള ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ, അവരുടെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് ഒരു പാഠമായി ഉൾക്കൊള്ളാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ പല ആളുകളുടെയും ഇപ്പോൾ പല മേഖലകളിലും ജോലി ചെയ്യുന്നതുകൊണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ, ഇപ്പോൾ ബസ് ഓടിച്ച ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, കാരണം അതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കാരണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ബസ് യാത്രകളൊക്കെ കുറവാണെങ്കിലും പണ്ട് ബസ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പ്രത്യേകിച്ച് ഞാൻ കുറച്ച് കാലം തിരൂരുണ്ടായിരുന്നു. തിരൂർ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ റൂട്ടിലോടുന്ന ബസ്സിൻ്റെയൊക്കെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഒന്നുകൂടി നമ്മുടെ മുസാജി പ്രസംഗിക്കുമ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം, അത് മാത്രമല്ല ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു പാഠം കൂടിയുണ്ട്. കാരണം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നന്നായി പ്രസംഗിക്കാൻ കഴിയും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഒരു പാഠമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വേദികളിൽ ഞാനൊക്കെ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അധ്യക്ഷത വഹിച്ചത് നന്നായി എന്നുള്ളത് ഒരു പ്രചോദനം. കാരണം ഇനി നാളെ നമുക്ക് ആ സ്ഥാനം ചോദിച്ചു വാങ്ങാനുള്ളൊരു സാഹചര്യം ആണ്, ഒരു അനുഭവം കൂടി അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ കാണിച്ചു തരുമ്പോൾ, പറഞ്ഞു തരുമ്പോൾ നമുക്കൊക്കെ തിരുത്താൻ കഴിയും എന്നുള്ള ഒരു അനുഭവങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതിനൊക്കെ ഒപ്പം തന്നെ ഈ ആളുകളൊക്കെ തന്നെ പരിചയപ്പെടാൻ, ഇപ്പം നമ്മൾ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള ആളുകളുണ്ടായി. കണ്ണൂരായാലും കൊല്ലത്തായാലും എവിടെ പോയാലും എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ടേ എല്ലാവരോടും പറയുന്നതാണ്. കാരണം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും നമ്മൾ കുടുങ്ങൂലാറ്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ചില പാർട്ടി പരിപാടികൾക്കൊക്കെ പോകുമ്പോഴേ നേരത്തെ പോകും, ഞാൻ വൈകി പോരും. അപ്പോൾ എന്താ വെച്ചാൽ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സംഘാടകരി അതുപോലെ തന്നെ ആളുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാനുള്ള സമയം കിട്ടും. നമ്മളൊരു പരിപാടി തുടങ്ങിയിട്ട് ചെല്ലുന്നെങ്കിൽ പിന്നെ ആരും പരിചയപ്പെടാനുള്ള സമയമില്ല. നമുക്ക് അവിടെ നിൽക്കാൻ സമയമില്ലാതെ നമ്മളെന്ത് ചെയ്യും, നന്ദി പറയാൻ, നന്ദി പ്രസംഗനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞാൽ തന്നെ നമ്മളും എല്ലാവരും പോരും. അപ്പോൾ അത് മാറ്റിയിട്ട് സാധാരണ ഇതിൽ ഞാനൊക്കെ പോകുമ്പോൾ ആ പരിപാടി നന്ദി പ്രകാശനമൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അടുത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നേതാക്കളെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ നമുക്കൊരു അനുഭവം. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ കുടുങ്ങാതെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് രക്ഷപ്പെടാനൊക്കെ കഴിയും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചെടുത്തുനിന്ന് വളരെ കുറഞ്ഞ 2-3 കിലോമീറ്ററിലേക്ക് എൻ്റെ ദൂരം ചുരുങ്ങിയത് ഈ ഇതുപോലുള്ള ആളുകളൊക്കെ ഇവിടെ കണ്ടതിന് ശേഷമാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ. ഈ ബ്രൈറ്റ് അക്കാദമി പോലെ ബ്രൈറ്റ് അക്കാദമി എന്നും നിലനിൽക്കണം. അപ്പോൾ ആളുകളൊക്കെ തന്നെ പറ്റാവുന്ന സമയങ്ങൾ, ഇപ്പോൾ എന്നും പറ്റിയിട്ടില്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലൊക്കെ ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ വന്നുകൊണ്ട് പ്രസംഗ പരിശീലിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾക്കെല്ലാവർക്കും, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും എനിക്ക് നൽകാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒന്നാമത്തെ അനുഭവം നമ്മളെ മുസാജി മലപ്പുറം ബസ്സിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു 8 വർഷം ബസ്സിൽ പണിയെടുത്ത ഒരാളാണ്. അപ്പം മൂപ്പര പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഞാനും 8 വർഷം, അതിലൊരു 5 വർഷം കണ്ടക്ടറായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഒരു 9 വർഷം പണിയെടുത്തിട്ടുണ്ട്. 4 വർഷം ഞാൻ ബാക്കിലിരുന്ന് എഴുതുന്ന ആളായിരുന്നു. അപ്പോൾ മൂപ്പര പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായൊരു ഇക്കവും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു പണിക്കാരൻ സ്ഥിരമായിട്ട് പണിക്ക് വരുന്ന ഒരാൾ ഒരു ദിവസം ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ, പിന്നെ നമ്മൾ പിറ്റേ ദിവസം വരുന്ന ആൾക്ക് ഇത് ആദ്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് മൂപ്പര ഒരു അനുഭവം ഞാൻ ചെയ്തുകൊണ്ട് ഇക്കും ഇത് വലിയൊരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ അനുഭവം നമ്മളെ അധ്യക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും, അധ്യക്ഷൻ എങ്ങനെ ഒരു വേദിയിൽ അധ്യക്ഷനാവണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് എന്നെ വിളിച്ചു. അവരൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് വളാഞ്ചേരിയിൽ നിന്ന് സാറ് വിളിച്ചു. നമ്മളെ സിദ്ദീഖ് വിളിച്ചു. ഞാൻ വിളിക്കണയിൽ വല്ല വിഷമമുണ്ടോ എന്നാണ് ചോദിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഒരു വിഷമമില്ല, നമ്മളൊക്കെ ഒരു സ്കൂളിലേക്കാണ് പോകേണ്ടത്, ഒരു പേടിക്കേണ്ട, എപ്പോഴും നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ ഫോണ് ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വല്ല തിരക്കോ വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കും
അവിടെ ഒരു മുസിപ്പൂല്ല, ഞങ്ങൾ വിളിച്ചോളി, ഞാനവിടെ എത്തിയൊക്കെ നിങ്ങൾ വിളിക്കാൻ ആളെ വിളിച്ചു, ഞാനവിടെ നിർത്തി. പിന്നെ സാറ് വിളിച്ചിരുന്നു, ശ്രീലാൽ വിളിച്ചിരുന്നു. പിന്നെ നമ്മളെ ക്ലാസ്സുകൾ ഇന്നിപ്പോൾ സാറ് പുതിയതായിട്ട് നമുക്കൊരു മെമ്മറി പവർ, അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. അത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. അത് ചെയ്തപ്പോൾ നല്ല ഒരു ഉണർവ്. ഇവിടെ വന്ന ആളുകൾക്ക് രാവിലെ വന്ന് ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ സാറ് എന്താ സിദ്ദീഖ് എന്നോട് പറഞ്ഞ അതേമാതിരിയാണ് ഇപ്പോൾ ഒരു കോൺഫിഡൻസ്, ഒരു ഉഷാർ വന്നില്ലേ, ആ മെമ്മറി പവർ കിട്ടിയപ്പോൾ അവിടുന്ന്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ക്ലാസ്സിന് എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളെ ഷിഹാബ് ഇവിടെ നല്ല അവസാനം നല്ല പിന്നെ ഒരു ശരിക്കൊരു ടോപ്പ് സെമിനാർ അവിടെ നടത്തിയത്, നല്ലൊരു സെമിനാർ അവിടെ നടത്തിയത്. ഇനി ഇതിലും ഏതൊന്നുമില്ല, എല്ലാതിലുണ്ട്, ഒരു കമ്മിയായില്ല, വളരെ ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ക്ലാസ്സുകളിൽ പല സംഗതികളുണ്ട്, എല്ലാം വളരെ ബെറ്ററായിരുന്നു. പ്രത്യേകിച്ച് ഒക്കെ എല്ലാം ഒന്നിനും മെച്ചം തന്നെ പറയാം. അത് അൻവർ സാഹിബ് നന്നായി സംസാരിച്ചതിന് ഇടയ്ക്കൊരു ദിവസം എന്നെ വിളിച്ചിരുന്നു, കുറച്ച് ദിവസം മുമ്പ്, നോമ്പിൻ്റെ കാലത്തുള്ളത്. നോമ്പിൻ്റെ കാലത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പിന് ഞാൻ പോകലില്ല, നമുക്ക് പോകുമ്പോൾ നമ്മളും വേണമെങ്കിൽ ഞാൻ വിളിക്കുക, നമുക്ക് അവിടുന്ന് കൂടാം. ഞാൻ അയാൾക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇത് ഈ തുടക്കത്തിൽ ചെറിയ ഒരു ഇത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് നിങ്ങൾ 4 ക്ലാസ്സിന് വന്നാൽ ഉഷാറാവെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇന്ന് വന്നു, ഇന്ന് പരിചയപ്പെട്ടു, സംസാരിച്ചു. അതുപോലെ തന്നെ മോഹ്സിൻ നല്ല സ്വാഗതം, വളരെ നന്നായിട്ട് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ശ്രീലാൽ നന്നായി സംസാരിച്ചു, മുഖ്യപ്രഭാഷണം നന്നായി സംസാരിച്ചു. ആശംസകൾ നിങ്ങൾ 2 പേര്, അതായത് മൻസൂർ അലിയും അൻവർ സാഹിബും പിന്നെ നിങ്ങളാണ് വിളിച്ചത്. അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ചെറിയ പാവ അതിപ്പോൾ ഇവിടെ ആകുമ്പോൾ സാറ് അത് അപ്പം തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് തന്നല്ലോ, തെറ്റ് തിരുത്തി തന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നടക്കും. അപ്പോൾ ഞാനൊക്കെ ഇതൊന്നും അറിയാതെ തന്നെ പല സ്ഥലത്തും കയറി നിന്ന് 200-300 ആളൊക്കെ 500 ആൾ 1000 ആളുള്ള സ്കൂൾ കുട്ടികളെ മുന്നിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, മാഷന്മാരൊക്കെ ഒന്നും അവരുടെ പേരൊക്കെ ഒന്ന് ഇതുപോലെ എഴുതിയെടുക്കും. ഇപ്പോൾ എഴുതിയെടുത്ത പോലെ തന്നെ എഴുതിയെടുത്തിട്ട് അതൊക്കെ വൃത്തിയല്ല. പേര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേര് പറയുക, നന്നായിട്ട് പറയുക. ഈ ചെറിയ പാകപ്പോയവോ അല്ലെങ്കിൽ അവരുടെ നോട്ടത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മുറിവേൽക്കുന്ന ഒരു വാക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പറയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പഠിക്കാൻ വന്നതാണ്. ഇതിലേക്ക് ഊർജം കിട്ടണേ, ഇതിലേക്ക് ഏതെല്ലാം സൈസിൽ വെളിച്ചം കിട്ടുമോ അതേ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ അച്ചടക്കത്തോടെ കുട്ടികളായിട്ട് നമ്മളൊരു സ്കൂളിൽ പോയ ആളുകളില്ലേ, അതേ രീതിയിൽ തന്നെ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ശ്രീലാൽ, സിദ്ദീഖ്, അൻവർ, നമ്മളെ പിന്നെ ഷിഹാബ്, മൻസൂർ അലി, മുസവീർ എല്ലാവർക്കും നല്ല കഴിവുണ്ടെന്ന് ഇന്നത്തെ രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ചെറിയ പാവങ്ങൾ നമ്മൾ പഠിക്കല്ലേ, അത് തെറ്റുണ്ടെങ്കിൽ സാർ തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി ടോട്ടൽ പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. നമുക്കൊരു മീറ്റിംഗ് സുഖമായിട്ട് നടത്താം, ഒരു മീറ്റിങ്ങുകൾ വെച്ചോളി, സുഖമായിട്ട് നടത്താം, ഒരു കമ്മിയില്ല. നമുക്ക് ഷിയാബിനെ വിളിക്കാം, സാറിനെ വിളിക്കാം. സാറ് തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണല്ലോ, കൊല്ലത്ത് നമുക്ക് ബന്ധമുണ്ട്, അവിടെ ബന്ധമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ അങ്ങോട്ടാ കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു വക്കീല കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ്. പിന്നെ നമുക്കിപ്പോൾ വേണ്ടത് നമ്മളെ ബ്രൈറ്റ് അക്കാദമിയുടെ വിപുലീകരണം. അത് നമുക്ക് പലരെയും ഇതിൽ ചേർത്തിട്ടും ആളെ വിളിച്ചിട്ടും, ഞാൻ ഇപ്പോൾ എൻ്റെ സ്കൂളിലുള്ള കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തയ്യാറായി അവരെ മനസ്സും ഹൃദയവും അവരെ പിന്നെ തയ്യാറായി വന്നെങ്കിൽ മാത്രമല്ല കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളോടിപ്പോൾ സാറ് ഇവിടുന്ന് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്, ഇത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ വായന കൃത്യമായിട്ട് വായിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടുന്ന് തന്ന പുസ്തകം ഉണ്ടല്ലോ, ഇവിടുന്ന് തന്ന ആ പുസ്തകം അതിലെല്ലാത്തിനും മാർഗമുണ്ട്, എല്ലാ ഇതിനും മാർഗമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും വിട്ടുപോകില്ല, ആശംസ പറയും, പ്രാർത്ഥിക്കും, എല്ലാ അതിലുണ്ട്, കൃത്യമായി അത് വായിച്ചാൽ മതി. പിന്നെ മറ്റേ പുസ്തകം നമ്മളാ കഥകൾ, ചെറിയ കഥകളാണെങ്കിലും കഥകൾ കുറച്ച് നേരം വായിക്കുക, ഒരു കഥ ഒരു ദിവസം വായിക്കുക, അങ്ങനെ നമുക്ക് 2 മാസം കൊണ്ടൊക്കെ ഇത് വായിക്കാമല്ലോ. അങ്ങനെ വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭക്ഷണം, അതൊരു സംശയമില്ല. വായന ഇതിന് ആവശ്യമാണ്. അത് നമ്മൾ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ മതി, കിട്ടുമ്പോൾ എത്ര സമയം കിട്ടും അത് വായിക്കാൻ നോക്കുക. അതുപോലെ ഇതിലേക്ക് നമുക്കൊരു ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം, ഒന്ന് ഈ വന്നവർക്കൊക്കെ ഇപ്പോൾ നല്ല ആഗ്രഹമുണ്ട്,
ചെറിയ മടി ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പൊക്കെ ശരിയായി. ഇപ്പം എല്ലാവർക്കും ഇത് വിജയിക്കും, ഇത് നടക്കും, നമുക്ക് കൊണ്ടുപോകാമെന്ന് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളൊരു 4 ക്ലാസ്സിൽ കൂടെ വന്നാൽ, എൻ്റെ അഭിപ്രായം ഒരു 10 വന്നാൽ ഏത് സ്റ്റേജിലും നിങ്ങൾക്ക് കയറാൻ കഴിയും, ഒരു പ്രശ്നമില്ല, കയറാൻ കഴിയും. അത് എനിക്ക് അനുഭവം, അതാ പറയാൻ കാരണം. ഞാൻ എല്ലായിടത്തും കയറുന്നുണ്ട്, വിളിച്ചാൽ പോവും. പറ്റുന്ന മാതിരി ഞാൻ മുന്നിലുള്ള ഇരിക്കുന്ന ആളുകളെ പേരൊക്കെ എഴുതിയിരിക്കും, പറ്റുന്ന മാതിരി നിൽക്കും, സംസാരിക്കും. പിന്നെ അവിടെ കുറ്റങ്ങൾ തിരുത്തി തരാനാണ്. ഇവിടെ ആകുമ്പോൾ സാറ് കൃത്യമായി തിരുത്തി തരും. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്, ഇത് പഠിക്കുമ്പോൾ കൃത്യമായി പോവുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരാളെ മുന്നിൽ നല്ല ഏതൊരു നല്ല തന്നെയല്ലേ ഒരു പ്രസംഗിക്കാൻ കഴിയുക, ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയാന്ന് തന്നെ എന്നോട് ചോദിച്ചിട്ട് അവിടുന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നല്ലോ. മുമ്പ് നിങ്ങൾ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്സിന് മുമ്പ് വന്നപ്പോഴും ഇപ്പോൾ എന്തൊക്കെ എത്ര മാറ്റമുണ്ട്, എന്താ ഇപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ ഓരോരുത്തരോട് പറഞ്ഞു കൊടുത്തു, എല്ലാം ഒന്നിച്ചിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വരാൻ. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഒരു മഴ പെയ്തോട്ടെ, ഒന്ന് ഈ ഭയങ്കര ചൂടാണല്ലോ, ഒന്ന് ഈ കാലാവസ്ഥയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ പലരും വരാതിരിക്കുന്നുണ്ട്. നമുക്കിത് വിജയിക്കണം. ഈ സ്കൂൾ ഇതേമാതിരി പോയാൽ നമുക്ക് ഇതൊരു നല്ലൊരു അറിവിൻ്റെ ലോകമാണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് സംഗതികൾ പഠിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, മനഃശാസ്ത്രമുണ്ട്, NLP ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് ഓരോന്നോരോന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മെമ്മറിയിൽ നമുക്ക് ഇങ്ങനെ കയറി വരും. സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരം കിട്ടൂല എന്ന് നമുക്കൊരു തോന്നല. ഞാനവിടെ പോയ അൻവർ സാഹിബൻ എന്നോട് ചോദിച്ചു, ഞാനവിടെ പോയിട്ട് എങ്ങനെ തുടങ്ങുക എന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്തൂല. അപ്പോൾ ശരിക്കും നിങ്ങൾ വന്ന് നോക്കി, വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ തന്നെ സാറിനോട് വിളിച്ചിട്ട് ഞാൻ ഇന്ന് വരുന്നുണ്ട് പറഞ്ഞു. രാവിലെ വേറെ എവിടേക്കും ചിന്തിച്ചില്ല. സുബഹിസ്കാരം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഒരൊറ്റ പോരല്ല. പിന്നെ അതിന് ശേഷം ഷിയാബിൻ്റെ ഒരു മെസ്സേജ് കണ്ടു, ഞാൻ വരുന്നുണ്ട് ഇടവണ്ണെന്ന്, മലപ്പുറത്താരുണ്ട് അവിടെ നിന്നാൽ മതി. പക്ഷേ ഞാൻ അപ്പത്തിനും ഇവിടെ കോട്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പുറം, കാരണം ഞാൻ ആ ബസ്സിന് വന്നാൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. മലപ്പുറത്ത് നിന്ന് 8 മണിക്കാണ് ബസ്. 9 മണിക്ക് ഇവിടെ എത്താം. ഇവിടുന്ന് ചെറിയ ചായയൊക്കെ കുടിച്ച് നേരെ ഇങ്ങോട്ട്. അപ്പോഴാണ് ശ്രീരാജനെ കണ്ടു, ഇയാൾ സിദ്ദീഖ് സാറിനെ കണ്ടു. മൂപ്പര് ഇവിടെ നിൽക്കുന്നുണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്നോളി. സാറ് വിളിച്ചു, സാറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ രാവിലെ ഉണ്ടായിരുന്നു മെസ്സേജ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടു ഇവിടെ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട്, 10 മണിക്ക് എത്തും. അപ്പോൾ എല്ലാ ഭാവവും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് നല്ലൊരാഗ്രഹമുണ്ടോ. പിന്നെ ഉണ്ടല്ലോ, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ വെള്ളത്തിലിറങ്ങാതെ ആർക്കും നീന്താൻ കഴിയും. അതേമാതിരി തന്നെ സൈക്കിളിൽ കയറി കുറച്ചൊക്കെ വീഴണം. നമ്മൾ വീണ് എണീച്ച് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ ലജ്ജൊന്നും മാറിക്കഴിഞ്ഞാൽ ഇതൊന്നൊരു പ്രശ്നമല്ല. ഇതൊക്കെ ശരിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. സ്റ്റേജും പ്രശ്നമല്ല. വലിയ സ്റ്റേജുമനാണെങ്കിൽ ഞാനിപ്പോൾ അവിടെ പട്ടയം കൊടുക്കുന്നവർക്ക് സംസാരിച്ചു ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പിന്നെ നന്ദി പറയുക അല്ലെങ്കിൽ ഒരു ആശംസയൊക്കെ പറഞ്ഞൂടെ, ഇത് സർക്കാർ ചെയ്യണ നല്ലൊരു ഇതാണല്ലോ. പട്ടയം കൊടുക്കുന്നുണ്ട് അവിടെ, ഈ തരം മാറ്റി കൊടുക്കുന്നുണ്ട് കലക്ട്രേറ്റിൽ. ഒരു 10-200 ആളുണ്ടായിരുന്നു അവിടെ നിന്നു ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കലക്ടറുടെ പേരും വേറെ 2-3 ആൾ, കലക്ടറൊന്നും മാത്രമേ എഴുതിയില്ല, കലക്ടർ ADM ഇങ്ങനെയൊക്കെ അത്രയും നമുക്ക് ഓരോ പേരുകളൊന്നും എഴുതിയില്ല. അങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞു. ഓൽക്കൊക്കെ വലിയ കാര്യമായി. നമുക്ക് സംസാരിക്കാൻ കഴിയും, നമുക്കിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. സിയാബിനൊന്നും ഒരു പേടിയും പേടിക്കണ്ട, ഒക്കെ ഫുള്ള് 100% മിയ ഫിയൽ എന്നറിയാം ഞങ്ങൾ ദുബായിൽ, ഒക്കെ ഓക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടി നമ്മളെ പണികളൊക്കെ ഉഷാറായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ക്ലാസ് എല്ലാം കൊണ്ടും വളരെയധികം നല്ലൊരു ക്ലാസ്സായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അത് ശരിക്കുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം നമുക്ക് മറവിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറവിയുണ്ടെന്ന് സാറൊന്ന് പരീക്ഷ. അപ്പോൾ അതിലൂടെ നമുക്ക് മറവില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം എല്ലാവരും 1-2 പ്രാവശ്യം നമ്മൾ ഓരോരുത്തരെ പറ്റി നമ്മൾ ആ ടാസ്ക് ഏറ്റെടുത്തത് എല്ലാവരും തെറ്റാതെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ഞാൻ തന്നെ കുറേ വായിച്ച് കഴിഞ്ഞ് കുറച്ച് ഞാൻ മറക്കുന്ന ആളാണ്. അപ്പോൾ വലിയൊരു മറവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ശരിക്ക് ഇതാണ് വേണ്ടത്. ഇങ്ങനെ ഒരു മീറ്റിംഗാണ് എല്ലാ ദിവസവും വേണ്ടത്. സാധാരണ നമ്മളെന്ത് വരും, കാര്യമായിട്ടൊരു ആശംസ പ്രസംഗമാണ് നമുക്കുണ്ടാവാറ്. ഏതൊരു വിഷയത്തിൽ ആശംസ പ്രസംഗം ഉണ്ടാവാറ്.
ഇതേമാതിരി നമ്മൾ മീറ്റിംഗ് മാതിരി സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ആ യോഗത്തിൻ്റെ ഭാഗങ്ങളും പങ്കെടുക്കാൻ പറ്റും. പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഖജാൻജി ആയിട്ടുള്ള ആ ആശംസ അതൊക്കെ എല്ലാവർക്കും റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാം ടച്ചപ്പ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ആത്മവിശ്വാസം വരും. മറ്റേ നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ ഇപ്പോൾ മിക്കവാറും നമുക്കിവിടെ ആശംസ പ്രസംഗമായിട്ടാണ് നമ്മൾ കാണാറ്, അത് നമുക്ക് ഉണ്ടാവാറ്. ഇത് ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ അത് അതിന് വ്യത്യസ്തമായിട്ട് നല്ല അനുഭവമായിട്ട് അനുഭവപ്പെട്ടു. കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്വാഗതം പറഞ്ഞതിൽ എന്നിൽ വന്ന തെറ്റ്, ഞാൻ അറിയാതെ വന്ന തെറ്റ് എനിക്കറിയാൻ കഴിഞ്ഞു. അതുപോലെ അധ്യക്ഷനായിട്ട് നമ്മൾ ഷിഹാബ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഷിഹാബിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മളെ ഉദ്ഘാടനം ചെയ്ത മൂസാജി അവരുടെ അനുഭവത്തിലൂടെ അറിവെന്താണ്, തിരിച്ചറിവെന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അത് നല്ലൊരു അനുഭവമാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാകും ഒരു ജീവിതത്തിൽ. അത് നമ്മളെ എന്തൊക്കെ പഠിച്ചു, ആ പഠിച്ചത് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്കതിന് അറിയാൻ കഴിയില്ല. അത് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം നമുക്കത് ചെയ്യാൻ പാടില്ല നമുക്കറിയാം, പക്ഷെ നമ്മളറിയാതെ ചെയ്തു പോകും. ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ആളിത് ചെയ്ത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടുന്നത്. അപ്പോൾ അത്തരം നല്ലൊരു അനുഭവത്തിലൂടെ മൂസാജി നമുക്ക് പറഞ്ഞു തന്നത്. നമുക്കിവിടെ ആശംസ അർപ്പിച്ച ശ്രീലാൽ സാറും അതുപോലെ അൻവർ സാറൊക്കെ നല്ലൊരു തിരിച്ചറിവിനെ പറ്റിയിട്ടും നല്ലൊരു ക്ലാസ്സാണ് നമുക്ക് തന്നത്. അതുപോലെ ഉദ്ഘാടനം ചെയ്ത നമ്മൾ സിദ്ദീഖ് സാറ്, മുഖ്യപ്രഭാഷണം നിർവഹിച്ച സിദ്ദീഖ് സാറ്, മൂപ്പര അറിവ് വെച്ച, കാരണം മൂപ്പര അധികം ആയിട്ടില്ല നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട്, എന്നാലും മൂപ്പരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഇപ്പോൾ ഞാൻ തന്നെ തുടക്കത്തിലൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ സാറിനും എൻ്റെ ഒപ്പം പാടുള്ളവർക്കൊക്കെ അറിയാം, സിയാമിനൊക്കെ കൂടുതൽ അറിയാം. ഇന്നിപ്പോൾ ഇത്ര എത്തിയത് സാറിൻ്റെ ഈ തെറ്റ്, നമ്മൾ ഓരോ കാര്യം പറഞ്ഞിട്ട് അതിൽ വന്ന തെറ്റ് പറഞ്ഞു തരും. അത് തിരുത്തിയും കണ്ടാണ് ഇത്ര എനിക്ക് എത്താൻ സാധിച്ചത്. അതിന് സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത്രയും 6 പേര് നമ്മളോടുണ്ട്. തുടക്കത്തിലൊക്കെ നമ്മൾ 3, 4 അങ്ങനെയൊക്കെ വന്നിരുന്നുള്ളൂ. പക്ഷേ അന്നൊക്കെ ഭയങ്കര മടിയായിരുന്നു തുടക്കത്തിൽ. പക്ഷെ ഇന്നെന്തോ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസത്തേക്ക് എന്നെ എത്തിച്ചത് നമ്മളെ ഫൈസൽ സാറാണ്. അത് ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുതന്നെ ഇവിടുത്തെ എല്ലാവരും അവരുടെ, അതുപോലെ നമ്മളെ നന്ദി പറഞ്ഞ മൻസൂർ സാറ് തന്നെ ഇതിൽ ആദ്യമായിട്ട് 2-3 ക്ലാസ്സിൽ എത്തിയുള്ളൂ പറഞ്ഞു. എന്നാലും വളരെ തെറ്റില്ലാത്ത രീതിയിൽ മൻസൂർ സാറ് എല്ലാവരും അഭിസംബോധന ചെയ്ത് നന്ദി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജ് ഒരു ഇതില്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, അതൊരു പുതിയ അറിവാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതില്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ കൈ കെട്ടിക്കും, അല്ലെങ്കിൽ ബാഗൊക്കെ നിൽക്കുമ്പോൾ അത് ആ രീതിയിലാണ് നമ്മളെ നൃത്തം വരാം. പക്ഷേ അങ്ങനെയല്ല നിൽക്കുക, ഇടത് കയ്യിൽ വലത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൊരു പാഠം നമുക്ക് സാറ് പഠിപ്പിച്ചു തന്നു. അത് നല്ലൊരു അറിവാണ്, പ്രസംഗങ്ങളെ പറ്റിയിട്ടും നല്ലൊരു അറിവാണത്. അനുസരിച്ച് അത് ഇല്ലെങ്കിൽ നാളെ ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്നില്ലെങ്കിൽ പോക്കറ്റ് കയ്യിലോ അല്ലെങ്കിൽ സാറ് പറഞ്ഞ മാതിരി ഇങ്ങനെ ആ കാര്യം നിൽക്കണ്ടാവുക. അപ്പോൾ ആ ഒരു അറിവ് കിട്ടിയത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാനിന്ന് ഇവിടെ ഒരു കൃത്യം സമയത്ത് തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് തന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് വൈകിയത്, നമ്മുടെ മുസഫിർ ഭായി. ഇന്നത്തെ ക്ലാസ് എനിക്ക് അതിലേറ്റവും എടുത്തു പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ ക്ലാസ്സിനെ പോലെയല്ല ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മളൊരു പരിപാടി എങ്ങനെ പുറത്തൊക്കെ ഉള്ള പോലെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കി, അത് വലിയൊരു കാര്യമായി. ഞാൻ ആശംസ ആണെങ്കിലും അധ്യക്ഷൻ്റെതും ഞാൻ മനസ്സിലാക്കി, സ്വാഗതം പറയുന്ന ആളുടേതും മനസ്സിലാക്കി, ഉദ്ഘാടനം പറയുന്നവരൊക്കെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂസാജി ഗംഭീരമായിട്ട് ഘോരമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ മുമ്പ് ഞാൻ കണ്ട മൂസാജി അല്ല ഇപ്പോഴത്തെ മൂസാജി. അദ്ദേഹം പിന്നെ കട്ട വെച്ചതൊക്കെ സംസാരിച്ചല്ലോ, വണ്ടിക്കൊക്കെ ആ ബസ്സിന് കട്ട വെച്ചത്, അത് പണ്ടേ ഉണ്ടായിരുന്ന സംഗതികളാണത്. ഇപ്പോൾ ഇല്ലെങ്കിലും പണ്ട് എപ്പോഴും നടക്കുന്ന സംഗതി. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു
കയറ്റുണ്ട്. ആ കയറ്റത്തിലേക്ക് അതേപോലെ ലോറിയും ബസ്സൊക്കെ കട്ട വെക്കലായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അതേപോലെ അധ്യക്ഷൻ ഷിയാബ് വളരെ ഗംഭീരമായിട്ട് അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹത്തിനൊക്കെ ഇനി പുറത്തുനിന്ന് വളരെ കൂളായിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രസംഗിക്കാൻ പറ്റും. അതിന് നമ്മളൊക്കെ ഗുരുനാഥൻ ഫൈസൽ സാറ് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകന് സിദ്ദീഖ് സാറ്, അദ്ദേഹം ഫസ്റ്റായിട്ടാണ് വന്നു തോന്നുന്നുണ്ട്. അദ്ദേഹം എന്നാലും അതിനനുസരിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ശ്രീലാൽ സാറ് ആശംസ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ്, അതേപോലെ നന്ദി, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ കുറച്ച് പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ വന്ന് തന്നെയാണ് ആ പിഴവുകളെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. പ്രസംഗത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഇന്ന് നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു എന്ന് പറയാം. പിന്നെ വേറെ എനിക്ക് ഇതിൽ ഒന്ന് പറയാനുള്ളത്, ഇതിൻ്റെ മുകളിൽ ഒരു സൗകര്യം കുറവ് കാരണം ഇതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടി എടുക്കുന്നുണ്ട്. നമ്മളെ ഫൈസൽ സാറ് നമ്മളൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഈ ഗ്രൂപ്പിലൂടെയും അല്ലാതെയൊക്കെ. അത് ഒരാവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആവശ്യമല്ല, അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ ആളാണുള്ളത്. ആളിൽ കുറച്ച് പേര് തിങ്ങി വന്നു കഴിഞ്ഞാൽ അതിനൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും മുകളിലായി കഴിഞ്ഞാൽ അത് നല്ലൊരു വൃത്തിയിലാക്കാം. അപ്പോൾ നമ്മളൊക്കെ പ്രസംഗം പഠിക്കാനാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഒരു പേടിയും ഭയം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മാഷോട്, മുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വേദി, ഒരു സദസ്സ് എന്നൊക്കെ രൂപത്തിൽ സെറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇവിടുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് പുറത്ത് ഇതുപോലെ അല്ലല്ലോ. പുറത്ത് വേദി ഉണ്ടാവും, സദസ്സുണ്ടാവും, ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലൊക്കെ അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ അതുപോലൊക്കെ സെറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം നമ്മോടൊക്കെ ഇതിൻ്റെ ഒരു ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ചിലവരൊക്കെ കൊടുത്തു, ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളവർക്കുണ്ട്. അത് കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക, കഴിയാത്തവർ എല്ലാവർക്കും ചിലപ്പം പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്ന് വരും. എന്നാലും മറ്റുള്ള സഹായം നമുക്ക് ചെയ്യാം. മറ്റുള്ളവരോട് പറഞ്ഞിട്ടും ഒക്കെ നമുക്ക് അതിലൊരു ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ഈ പരിപാടിയിലേക്ക് പിന്നെ എൻ്റെ ശബ്ദം ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരു ബേജാറിലായിരുന്നു ഞാൻ പുറപ്പെട്ടത്. അങ്ങനെ ട്രെയിൻ കുറ്റിപ്പുറം എത്തി. അവിടുന്ന് അതിന് മുമ്പ് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് കണ്ടാൽ എനിക്ക് കുറേ കൂടി സന്തോഷമായി. അപ്പോൾ അതിൽ കയറിയപ്പോഴാണ് ഞാൻ മൂപ്പരുടെ ഫൈസൽ സാറിൻ്റെ മെസ്സേജ് കാണുന്നത്, ഇങ്ങനെ ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വരാൻ പറ്റുമെന്നുണ്ട്. ഞാനിവിടെ വളാഞ്ചേരി എത്തി ഉടനെ മൂസാജിക്ക് വിളിക്കുകയും അദ്ദേഹം ഉടനെ റെസ്പോണ്ട് ചെയ്യും. കുറച്ചു നേരം വെയിറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ കാണാനും ഒന്നിച്ചു വരാനുള്ളൊരു സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ദൂരമല്ല എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടായി. ഇനിയും വരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അതാണ് എനിക്ക് പറ്റിയത്. പിന്നെ ഇവിടെ നിന്ന് പ്രസംഗിച്ച എല്ലാവരും, ഞാൻ കുറച്ച് ബാക്കോട്ടായെങ്കിൽ ബാക്കി എല്ലാവരെയും ഞാൻ വളരെ നന്നായിട്ട് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എനിക്ക് കിട്ടിയത് വലിയൊരു ടാസ്ക് ആയിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് ഇപ്പം പറ്റാത്തൊരു ടാസ്ക്കാണ് എനിക്ക് കിട്ടിയത്. കുറേ കൂടി ഞാൻ മനസ്സിലിരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും ചിലതൊന്നും പറയാൻ എനിക്ക് പറ്റിയിരുന്നില്ല. എന്നാലും അധ്യക്ഷനും മറ്റുള്ളവരും മൂസാജിക്കുമൊക്കെ ഈ സ്റ്റേജ് ഫിയർ മാറിയിട്ട് ഇപ്പോൾ സ്റ്റേജ് മാനിയിലേക്ക് എത്തിയിരിക്കാൻ നോക്കാൻ അങ്ങനെയാണ്. അതേപോലെ മറ്റുള്ളവരും സ്വാഗത പ്രസംഗം പറഞ്ഞവരും മറ്റുള്ള എല്ലാവരും വളരെ നന്നായി പറഞ്ഞു. ഈ ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു സെമിനാറായി മാറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു ചെറിയ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ ഞാൻ പ്രാക്ടീസും ചെയ്യുന്നതാണ്. പ്രാക്ടീസിൻ്റെ കുറവുണ്ട്, വായനൻ്റെ കുറവുണ്ട്, അതൊക്കെ ഉണ്ട്. ചില സമയത്ത് ചിലപ്പോൾ തീരെ സമയം കിട്ടാത്ത ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നതുകൊണ്ടാണ് അങ്ങനെ സമയം കിട്ടാതാകുന്നത്. ചില ചാരിറ്റി പ്രവർത്തനം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് എനിക്ക് ആവശ്യമാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇനി വരുന്നത്. ഇനിയും ട്രൈ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ
ട്രെയിൻ ബുക്ക് ചെയ്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് ഒരു ടിക്കറ്റ് പോയി. ഞാൻ വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. തിരിച്ചു പോകുന്നത് വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അതുകൊണ്ട് വേഗം ക്യാൻസൽ ചെയ്തപ്പോൾ പൈസ തിരിച്ചു കിട്ടി. വരുന്നത് മറ്റേ സെക്കൻഡ് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ AC-യിലായിരുന്നു ബുക്ക് ചെയ്തത്. അത് കൺഫേം ആയും ചെയ്തു. പക്ഷേ ട്രെയിൻ ലേറ്റായി, 2.5 മണിക്കൂർ ലേറ്റായി. അപ്പം പിന്നെ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. അതെ, അങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നാൽ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഫൈസൽ സാറിൻ്റെ ആമുഖ പ്രസംഗവും ഒരിക്കലും മറക്കില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് വലിയൊരു എസ്റ്റേറ്റിലായിരുന്നു. ഇവിടെ വർക്ക് കഴിയാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഓരോന്നിനോരോ വിധിയുണ്ടെന്ന് പറഞ്ഞ കണക്ക് ഇന്നായിരുന്നു വിധിച്ച ദിവസം. ഞാൻ രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ എത്തിയായിരുന്നു. അവിടുന്ന് ഒരു റൂമിൽ നിന്നൊരു 7:30 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സാറ് പറഞ്ഞത് വളാഞ്ചേരി റൂട്ടല്ലേ പറഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് ഈ പട്ടാമ്പി റൂട്ടിൽ തന്നെ വന്നത്. 58 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതോടെ എത്തി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഈ മൈക്കിൻ്റെ പേടി, പോഡിയം പേടി ഒക്കെ കുറേയൊക്കെ മാറി. പിന്നെ അത് മാത്രമല്ല, ശരിക്കും ഞാൻ കുറച്ച് ആളുകളുടെ സാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞാൽ, സാറിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്തി വയ്ക്കുക. അതായത് ഭാര്യയോട് ദേഷ്യപ്പെടുക, പാചകത്തിന്, അങ്ങനെ ഒരു അഭിനന്ദനം ഒന്നിനും പറയില്ല. പക്ഷേ എനിക്ക് ഓരോ ക്ലാസ്സിൽ എടുക്കുമ്പം വൈഫിന് മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ. വൈഫാണ് ഇട്ട് കൊടുക്കുന്നത്. സാറ് ശ്രദ്ധിച്ച് കാണും, റാണി VR എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ കേട്ട് സാറ് ഇങ്ങനെ നമ്മൾ അഭിനന്ദിക്കണം, എന്തിനും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഇതിൽ വൈഫ് ഇന്നലെ കൊണ്ടുവച്ച പുട്ട് തന്നെ ആയിരിക്കും ഇന്നും കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, വെറുതെ അടിച്ചു. അപ്പോൾ പക്ഷേ ആളുടെ കണ്ണിൽ തിളക്കമൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു വലിയ സന്തോഷമായി. അങ്ങനെ അതിനുശേഷം ഞാൻ കുട്ടികൾക്ക് ഇതേണൊക്കെ എന്നെ അപ്പോൾ നേരത്തെ എണീച്ച്, അപ്പോൾ മോനെന്ന് പറഞ്ഞാൽ എപ്പോഴും ലേറ്റാവും ട്യൂഷൻ. രാവിലെ അവൻ 7 മണിക്കാണ്. ഇവനെ വിളിച്ച് കുഴയും. അപ്പോൾ ഒരു ദിവസം അവൻ ശരിക്കും 5 മിനിറ്റ് ലേറ്റ്, എന്നാലും നീ ഇത്രയും പെട്ടെന്ന് റെഡിയായി. അപ്പോൾ അവനും ഭയങ്കര സന്തോഷം. അങ്ങനെ ഇതെല്ലാം സാറിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരു വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഉത്കണ്ഠയോട് കൂടിയൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ സാറിൻ്റെ സിമ്പിള്, ശരിക്കും പറഞ്ഞാൽ സാറിന് നമ്മളെ ചിരിച്ച മുഖത്തോടല്ലേ കണ്ടിട്ടുള്ളൂ. ഈ ഓരോ ട്രെയിനേഴ്സൊക്കെ കടന്ന് ഭയങ്കര ഒച്ച വെച്ചും അലറിയും അങ്ങനെ ഒരുപാട് ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര അവരത് അതിലേക്ക് വരുത്തുന്നതാണ് പറയുന്നത്. പക്ഷേ സാറിനെ എപ്പോഴും നല്ല മന്ദസ്മിതം തൂക്കി നല്ല ഫ്രണ്ട്ലിയായിട്ടാണ് സാർ സംസാരിക്കുന്നത്. പിന്നെ ഇന്ന് ഇവിടെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റും. നല്ല ഫ്രണ്ട്ലിയായിട്ടാണ് തോന്നിയത്. അപ്പം ഇന്നിവിടെ വന്ന് എല്ലാവരും കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വരും. പിന്നെ നമ്മുടെ മേളത്തെ